ഹലോ ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് റവയും ഉരുളക്കിഴങ്ങും കൂടി അരച്ചിട്ട് ബാക്കി കുറച്ച് പച്ചക്കറികളൊക്കെ കൂട്ടിയിട്ട് ബൺദോശ ഉണ്ടാക്കാം. നമുക്കപ്പോൾ റവ അരച്ചെടുക്കാം. റവയും ഉരുളക്കിഴങ്ങും കൂട്ടിയിട്ട് നമുക്ക് അരയ്ക്കണം. അപ്പോൾ നമുക്ക് റവ ഒരു ജാറിലേക്ക് കൂട്ടി കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഒന്ന് പൊടിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 2 ചെറിയ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം അരയ്ക്കാം. അപ്പോൾ നമുക്ക് ബാക്കി വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ 1 ഗ്ലാസ് റവയ്ക്ക് 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. അപ്പോൾ നമുക്കിത് ഒന്നും കൂടി നന്നായി അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇതാ അരച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ കുറച്ച് സാധനങ്ങൾ അരിഞ്ഞ് ചേർക്കാനുണ്ട്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് റെഡിയാക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം മൂടി വയ്ക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മാവിലേക്ക് 1 ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, അതുപോലെ 1 സബോള, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 1 തക്കാളി, 1 തണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിയില, നമുക്ക് 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ ഇടാം. നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെക്കണം. ഇപ്പോൾ നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട്. മാവ് നമുക്കിത് മൂടി വയ്ക്കുക. ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. നമുക്ക് അതിന് ചമ്മന്തി ഉണ്ടാക്കണം ഇതിലേക്ക്. അപ്പോൾ നമുക്ക് ചമ്മന്തിക്കുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ചമ്മന്തിക്ക് 3 തക്കാളി, 2-3 പച്ചമുളക്, 3-4 ചുള വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, മല്ലിത്തല. ഇനി നമുക്ക് നിലക്കടല വേണം 1 സ്പൂണ്. അത് നമുക്കത് അരയ്ക്കുമ്പോൾ ഇതിൽ കൂടെ കൂട്ടിയിടാം. പിന്നെ 1 നെല്ലിക്ക വലുപ്പത്തിൽ പുളി. അത് നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇടാം. ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമുക്ക് വെളുത്തുള്ളി ഇടാം. നമുക്കിത് 1 മിനിറ്റ് മൂടി വയ്ക്കുക. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വേവട്ടെ. അപ്പോൾ നമുക്കിത് ആറാൻ വയ്ക്കുക. ആറിയിട്ട് വേണം അരയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബൺദോശ നമുക്ക് ചൂടാം ഓരോന്നായിട്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം, വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് നമ്മുടെ മാവ് കോരി ഒഴിക്കാം. നമുക്കത് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കാം. അപ്പോൾ നമുക്കിത് മറിച്ചിടാം. ഇനി നമുക്ക് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ വേവട്ടെ. അപ്പം നമ്മുടെ ബൺദോശ ഇതാ 2 ഭാഗവും നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കോരിയിട്ട് ബാക്കിയെല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ചമ്മന്തിക്കുള്ള തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം നന്നായി ചൂടാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക്
1 സ്പൂൺ നിലക്കടല, അതുപോലെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയിടാം. നമുക്ക് ഉപ്പിടാം, ഉപ്പല്ല മല്ലിത്തല, നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കത് വെള്ളം ഒഴിക്കാണ്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇതാ അരച്ചിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കാണ്ട്, ഒരുപാട് മൈ പോലെ അരച്ചിട്ടില്ല, തരിതരിപ്പായിട്ട് നമ്മൾ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കാണ്ട് നല്ല സൂപ്പർ ചമ്മന്തിയാണ്. അപ്പം നമ്മുടെ ബൺ ദോശയും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം.